രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിലൊന്നായിരുന്നു കഴിഞ്ഞ വർഷം ഉത്തരാഖണ്ഡിൽ നടന്നത്. ശക്തമായ പ്രളയത്തിലും ഉരുൾപൊട്ടലിലും 6000-ഓളം മനുഷ്യജീവനുകളാണ് പൊലിഞ്ഞത്. 20 ലക്ഷത്തിലധികം പേരുടെ ആവാസവ്യവസ്ഥ തകർന്നു. ഒരു വർഷം കഴിയുമ്പോഴും വീടും തൊഴിലുമില്ലാതെ ആയിരക്കണക്കിന് കുടുംബങ്ങൾ അഭയാർത്ഥികളായി കഴിയുന്നു. ഇന്ത്യൻ വ്യോമസേന നടത്തിയ ഏറ്റവും ശ്രമകരമായ രക്ഷാദൗത്യവുമായിരുന്നു അന്നത്തേത്. പരാതികൾ ഏറെയുണ്ടായിരുന്നെങ്കിലും 10,000-കണക്കിന് ജനങ്ങളെ രക്ഷിക്കാനും ഭക്ഷണ സാധനങ്ങൾ എത്തിക്കാനും അവർക്കായി. ഉത്തരാഖണ്ഡ് ദുരന്തത്തിന്റെ വാർഷികത്തോടനുബന്ധിച്ച് കേന്ദ്ര ജലവിഭവ വകുപ്പിന്റെ നേതൃത്വത്തിൽ ദേശവ്യാപക മരം നടൽ ക്യാമ്പയിനിന് തുടക്കം കുറിച്ചു. പ്രകൃതിയെ മറക്കാതെയും ഗാന്ധിയൻ രീതിയിലും മാത്രമേ വികസനവും വിപ്ലവവും നടക്കാവൂ എന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി ഉമാ ഭാരതി പറഞ്ഞു. ये असामान्य कार्यक्रम है और विकास और जन आंदोलन और उसमें गांधीवादी स्वदेशी सोच, जिसमें विकास पर्यावरण का विरोधी न हो और पर्यावरण विकास का विरोधी न हो, और हम अपने आप को प्रकृति का विजेता न माने। कभी भी प्रकृति का विजेता बनने की कोशिश मत करो। सबक ये है, प्रकृति के सहयोगी और उसका शिष्य बनने की कोशिश करो। एक झटके में सब बहा के ले जाएगी प्रकृति। കഴിഞ്ഞ വർഷത്തെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ കേദാർനാഥ് തീർത്ഥാടകർക്കായി ശക്തമായ മുൻകരുതൽ നടപടികളാണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. ഈ മാസം 20 മുതൽ കൂട്ട SMS വഴി കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ നൽകും. ദുരന്തമുണ്ടായാൽ നേരിടേണ്ട നടപടികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗും ഉത്തരാഖണ്ഡ് സർക്കാരും മുതിർന്ന ഉദ്യോഗസ്ഥരും പങ്കെടുത്ത യോഗത്തിൽ ചർച്ച ചെയ്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.